ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ 26. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതുകൊണ്ട് തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായമാണ്. വളരെ രസകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഒരു അധ്യായമാണിത് എന്ന് ഞാൻ പറയട്ടെ. ദൈവം മനുഷ്യനെ എത്രത്തോളം കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഈ അധ്യായം കാണിക്കുന്നത്. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ആവശ്യമെന്ന് തോന്നിയതും അവന് അനുഭവിക്കുവാൻ ആവശ്യമായതുമായ 3 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് രസകരമായ കാര്യമാണ്. ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. രണ്ടാമത് പറയുന്നു, ആരെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മൂന്നാമത് പറയുന്നു, ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ചു അവളെ പരിഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തൻ്റെ ഹൃദയം പോലെ സഹോദരൻ്റെ ഹൃദയവും ധൈര്യം കെടുക്കാതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പറയാനുള്ളതായിരിക്കുന്ന 4 കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 കാരണങ്ങൾ മനുഷ്യൻ്റെ ബേസിക് നീഡുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും ഭവനം വേണം വസിക്കുവാൻ, അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലൊന്നാണ്. ഇവിടെ ദൈവം പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു വീട് വെച്ചു. പക്ഷേ വീട് വെച്ചിട്ട് അവൻ വീട്ടിൽ കയറി താമസിക്കാനായിട്ട് ഒത്തില്ല. അതിനു മുമ്പ് യുദ്ധത്തിന് വന്നു. യുദ്ധകാലമാണ്, യുദ്ധം തുടങ്ങി. അപ്പോൾ യുദ്ധത്തിൽ പട്ടാളത്തിൽ ചേരണം. ഇവനൊരു പടയാളിയാണ്. അപ്പോൾ ഉടനെ സമൻസ് വന്നു. അവനെ വീടിൻ്റെ പരവാസ്തോലി എന്നൊക്കെ പറയുമല്ലോ, കയറി താമസം എന്നൊക്കെ പറയുമല്ലോ. അത് കഴിയുന്നതിന് മുമ്പ് തന്നെ അവനെ പോകേണ്ടി വന്നു. ദൈവം പറഞ്ഞു അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. നീ പോകണ്ട, നിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് ശുശ്രൂഷ കഴിഞ്ഞ് നീ അതിൽ കുറച്ച് ദിവസം താമസിച്ചതിന് ശേഷം മാത്രം നീ യുദ്ധത്തിന് പോയാൽ മതി എന്ന് പറഞ്ഞു. ദൈവം എത്ര കരുണയുള്ളവരാണെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് നമുക്ക് വീട് വേണമെന്നുള്ള ദൈവത്തിനറിയാം. ദൈവം നമുക്കൊരു വീട് തന്നു. ആ വീട്ടിൽ കയറി താമസിക്കണമെന്നുള്ളത് ഈ പോകുന്ന പട്ടാളക്കാരൻ്റെ ആഗ്രഹമല്ലേ. പട്ടാളത്തിൽ പോകുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെടുവാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. എത്രയോ പട്ടാളക്കാരാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ വീട് വേറെ ആരെങ്കിലും കയറി താമസിക്കും. അവന് താമസിക്കാനൊത്തില്ല. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരാഗ്രഹമാണ്. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ഒരു വീട് വേണം, ആ വീട്ടിൽ കയറി താമസിക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു അങ്ങനെയെങ്കിൽ അവനെ ഭവനത്തിലേക്ക് പൊക്കോട്ടെന്ന് പറഞ്ഞു. അവനെ പട്ടാളത്തിൽ പോകേണ്ട ആവശ്യമില്ല. അവൻ എക്സംഷൻ കൊടുത്തിരിക്കുകയാണ്. അവൻ എക്സംഷൻ കൊടുത്തു. പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പെട്ടുപോകുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. അവിടെ തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ഉപജീവനത്തിന് മാർഗ്ഗം വേണമെന്നുള്ളത്. ഇസ്രായേൽ മക്കൾ കൃഷിക്കാരായതുകൊണ്ട് അവർ മുന്തിരിത്തോട്ടം, ഒലിവ് തോട്ടം, അത്തിത്തോട്ടം, ഇങ്ങനെ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഒരുത്തൻ്റെ ഒരു മുന്തിരിത്തോട്ടം നട്ടു പിടിപ്പിച്ചു. 1-2 വർഷമായി, അതിലെ കായൊക്കെ ആയി ഫലമൊക്കെ എടുക്കാനായി കിടക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് യുദ്ധം വരുന്നത്. യുദ്ധം വന്നാൽ പോയേ വെക്കൂ. യുദ്ധത്തിന് വിമോചനമില്ലെന്നാണ്. യുദ്ധകാലത്ത് വിമോചനമില്ല. നമുക്കറിയാം, ഇന്ത്യക്ക് മറ്റേ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന കാലത്ത് അവധിക്ക് വന്ന പട്ടാളക്കാരെ എല്ലാം തിരികെ വിളിക്കും. അവരെല്ലാം തിരികെ ചെന്നേ വെക്കൂ എന്ന് പറഞ്ഞ പോലെ ഈ പട്ടാളക്കാരനും ആണ്. പക്ഷേ ദൈവം എന്താ പറയുന്നത് അറിയാമോ? ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പെട്ടുപോവുകയും മറ്റൊരുത്തിന് അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടത് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. അപ്പോൾ ദൈവം കരുണയുള്ളവനാണ്. മനുഷ്യൻ്റെ ആഗ്രഹമാണ് അവൻ നട്ടുണ്ടാക്കിയതായിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലമെടുത്ത് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ദൈവം പറഞ്ഞു പോകട്ടെ, നീ പൊക്കോ. നീ പോയി 1 മാസം നിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വിളവൊക്കെ എടുത്ത് എന്താണ് മുന്തിരി വിൽക്കുകയാണെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ വീഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ വീഞ്ഞുണ്ടാക്കുക, എന്താണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി. അന്നത്തെ പട്ടാളത്തേക്കാൾ എത്രയോ കരുണയുള്ള പട്ടാളമാണെന്നുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എപ്പോഴും നല്ല പ്രമാണങ്ങളാണ്. മൂന്നാമതവൻ പറഞ്ഞത് ഏത് മനുഷ്യൻ്റെ ആവശ്യമാണ് അവന് ഭാര്യ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അവൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് പട്ടാളത്തിലേക്ക് വിളി വരുന്നത്. പക്ഷേ ദൈവം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. നീ പോകണ്ട, നീ കല്യാണം കഴിഞ്ഞ് നിൻ്റെ ഭാര്യയുമായി കുടുംബജീവിതം നയിച്ചിട്ട് പോയാൽ മതി. മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ 1 വർഷത്തേക്കെന്നാണ്. 1 വർഷത്തേക്ക് പട്ടാള സേവ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ് നിൻ്റെ ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷം മാത്രം നീ പോയാൽ മതി. കാരണം ഏത് മനുഷ്യനും ഉണ്ട് അവന് സന്തതി പരമ്പര വേണമെന്ന്, അവൻ്റെ ഓർമ്മ നിർത്തുവാനായിട്ട് അവന് മക്കൾ വേണമെന്ന്. ദൈവം അങ്ങനെയാണ് പറഞ്ഞത്. നീ അങ്ങനെ പോകണ്ട, നീ അത് കഴിഞ്ഞ് പോയാൽ മതി.
നീ നിൻ്റെ വീട്ടിലിരുന്ന് ഭാര്യയെ സന്തോഷിപ്പിച്ച് നിൻ്റെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിനെ കണ്ടിട്ട് നീ പോയാൽ മതി. അപ്പോൾ ദൈവം എന്തൊരു കരുണയുള്ള ദൈവമാണെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ പട്ടാള മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റുകളെക്കാൾ സൈന്യത്തിൻ്റെ പ്രമാണങ്ങളെക്കാളൊക്കെ എത്ര ഉന്നതമായ പ്രമാണമാണ് നമ്മുടെ ദൈവം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 2000 3000 വർഷങ്ങൾ, ഇന്നത്തെ 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഉണ്ടാക്കിയതായിരിക്കും നിയമമാണിത്. അതൊക്കെ ദൈവം എത്ര കൃത്യമായിട്ടാണ്. എന്നിട്ട് പിന്നെ ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ പട്ടാളത്തിൽ പോകാനും യുദ്ധത്തിൽ ഇടപെടാനും എല്ലാവർക്കും സന്തോഷമാണ്. നിർബന്ധ പട്ടാള സേവനം 20 വർഷത്തിന് മേൽ പ്രായമുള്ള എല്ലാവരും യുദ്ധത്തിൽ പോയിരിക്കണം. 50 വയസ്സ് വരെയുള്ള എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കണം. പക്ഷേ ചിലർക്കൊക്കെ ഭയങ്കര ഭയമാണ്. യുദ്ധത്തിൽ മരിച്ചു പോകുന്നു, പലരും മരിച്ചു പോകും യുദ്ധത്തിൽ. എന്നിട്ട് ദൈവം അതുകൊണ്ട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും വന്ന് അണിനിരന്നിരിക്കുമ്പോൾ നീ ഒരു പ്രഖ്യാപനം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ്? ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം പോലെ സഹോദരൻ്റെ ഹൃദയം ധൈര്യം കെടുക്കാതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാളത്തിൽ ചേർന്ന ആളുകളെ സമാധാനകാലത്ത് പ്രശ്നമൊന്നുമില്ല, യുദ്ധകാലത്ത് അവർക്ക് പ്രശ്നമാണ്. അധൈര്യം ഉണ്ടാകും. അവരെ പിരിച്ചു വിടണം. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇവൻ അധൈര്യം കൊണ്ട് ഇവൻ പട്ടുപോകുമെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഹൃദയത്തിൻ്റെ അധൈര്യം പോലെ കൂട്ടുകാരൻ്റെ ഹൃദയത്തെ പേടിക്കും. എടാ നമ്മൾ ചത്തുപോയി എന്ത് ചെയ്യടാ, നമുക്ക് പിന്നെ ആരാടാ ഉള്ളത്, ഞാൻ പോകുന്നില്ല, ഞാൻ ഈ യുദ്ധത്തിന് പോകുന്നില്ല, ചോലപ്പെടാനുള്ളത്, എടാ അവന്മാർ ഭയങ്കരന്മാരാണ്, അവർ വലിയ ശത്രുക്കളാണ്, അവർക്ക് ഒരുപാട് കുതിരയും പടയാളിപ്പോൾ ആയുധങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റവൻ്റെയും ഹൃദയം അങ്ങനെ മടുത്തിപ്പിക്കുക. യുദ്ധത്തിൽ മടുത്തു പോയപ്പോൾ ജയിക്കാനൊക്കെയില്ല. യുദ്ധത്തിൽ പട്ടാളക്കാരന് വേണ്ടത് ധീരതയാണ്. ഏത് പട്ടാളക്കാരും ആര് വന്നാലും ഏത് ശത്രു വന്നാലും ഞാൻ ധീരമായി നേരിടുമെന്ന് പറയുന്നതാണ്. ദാവീദിനെ പോലെയുള്ള ആളുകളെയാണ് യുദ്ധത്തിന് വേണ്ടത്. ഭയമുള്ള ആളുകളെ യുദ്ധത്തിന് കൊള്ളുകയില്ല. അപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം നോക്കണം. 3 കാര്യങ്ങൾ ദൈവം പറഞ്ഞു മനുഷ്യൻ്റെ ബേസിക് നീഡാണ്. ഒന്ന്, ഭവനം മനുഷ്യൻ്റെ ബേസിക് നീഡാണ്. ഉപജീവന മാർഗത്തിലുള്ള തോട്ടം മനുഷ്യൻ്റെ ബേസിക് നീഡാണ്. അതുപോലെ തന്നെ ഒരു കുടുംബം ഉണ്ടായിരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. ഈ 3 ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരാതെ വണ്ണം യുദ്ധത്തിലായാലും എവിടെയായാലും പെരുമാറണം. 4ാമത് ദൈവം പറഞ്ഞ എന്താണ്? ഭയമെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ഭീരുത്വം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഭീരുത്വം പകർച്ചവ്യാധിയാണ്, അത് മറ്റുള്ളവരിലേക്ക് പകരും. അതുകൊണ്ട് ഭീരുക്കളായവർ യുദ്ധത്തിന് പോകണ്ട, ധൈര്യശാലികൾ മാത്രം യുദ്ധത്തിന് പോയാൽ മതി. അപ്പോൾ ഭീരുത്വം നിലച്ച യുദ്ധത്തിന് പോകണ്ട. പക്ഷേ യുദ്ധത്തിന് പോകുന്നവർക്ക് കിട്ടുന്നതായിരിക്കുന്ന പ്രതിഫലങ്ങൾ കിട്ടില്ല. അന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ യുദ്ധം പോലെയല്ല. ഒരു രാജ്യത്തെ വെട്ടിപ്പിടിച്ച് അതിൻ്റെ സ്വത്ത് കൊണ്ടുവരിഞ്ഞ് കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന സ്വത്തൊക്കെ പട്ടാളക്കാർ വീതിയെടുത്തിട്ടാണ് പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് കൂലിപ്പട്ടാളമൊക്കെ അന്ന് യുദ്ധത്തിൽ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ക്രമീകരണമാണ്. അധൈര്യപ്പെടുത്തുന്ന ഭയമുള്ളവർക്കും അതുപോലെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത ആളുകൾക്കും യുദ്ധത്തിൽ നിന്നും വിമോചനമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്ന് ഞാൻ പറയും. സുവിശേഷ വേലയിലായാലും സൽപ്രവൃത്തി ചെയ്യുന്നതിലായാലും സഭാപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലായാലും ധൈര്യഹീനരെ കാണാൻ കഴിയുന്നതാണ്. നിഷേധാത്മക വിമർശനം, നെഗറ്റീവ് ക്രിറ്റിസിസം, ധൈര്യമില്ലാത്തവരുടെ പ്രതികരണമാണ്. അവരുടെ കയ്യിലെ പ്രധാന ആയുധമാണ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. കാലേബും യോശുവും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ ഭയചകിതരായ കുറേ ആളുകളുണ്ടായിരുന്നു. 10 പേര്, 10 ഗോത്രപിതാക്കന്മാർ. അവരെന്ത് ചെയ്തു? അവരതിനെതിരെ പരാതി പറഞ്ഞു. അവസാനം എന്താണ്? യുദ്ധത്തിന് പോയില്ലെന്ന് മാത്രമല്ല, അതിന് പകരം 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടതായിട്ട് വന്നു. ദൈവം ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് പ്രവേശിക്കുവാൻ അധൈര്യം നമ്മളെ അനുവദിക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമ്മൾ പ്രയോജനമുള്ളവരാകും. ദൈവത്തിൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.